മതമാണോ ശാസ്ത്രമാണോ ശരി? ഏതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. മതമാണോ ശാസ്ത്രമാണോ ശരി നിങ്ങളുടെ അഭിപ്രായത്തിൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിച്ചത്. മതമാണോ ശാസ്ത്രമാണോ ശരി? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശാസ്ത്രം. ശാസ്ത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സയന്റിഫിക്കലി കൂടുതൽ ലൈക്ക് എക്സ്പീരിമെന്റ്സ് അല്ലെങ്കിൽ ട്രൂത്ത് അങ്ങനെ വിശ്വസിക്കുന്നവരാണ്? ഞാൻ സയൻസിൽ കൂടുതലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സയൻസ് എന്ത് പ്രൂവ് ചെയ്യണം അതാണ് സത്യം എന്നാണ് അതോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല, സയൻസിൽ വിശ്വാസമുണ്ട്, എന്നാ മതത്തിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഫുള്ളി മതഭ്രാന്ത് എന്നുള്ള രീതി അങ്ങനെയില്ല. ബട്ട് രണ്ടിലും ഈക്വൽ ആയിട്ട് വിശ്വസിക്കുന്നു. എന്ത് തോന്നുന്നു? കുറച്ച് അടുത്തേക്ക് എന്ത് തോന്നുന്നു? സെയിം അതേ ഒപ്പീനിയൻ തന്നെ, രണ്ടിലും ഒരേപോലെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ മതഭ്രാന്തിനോട് എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് ശരിയാണ്, മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇതാക്കണേ? അത് ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളാണ്. ഇത് രണ്ടും മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാർ തമ്മിലൊരു സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മളുടെ ഇടയിലൊരു സ്നേഹം ഉണ്ടായാൽ മതി. മതവും എല്ലാം മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയതാണ്. രാഷ്ട്രീയമായാലും അതെ, എല്ലാ കാര്യമായാലും അതെ. അപ്പോൾ നമ്മൾ ഞാൻ രണ്ടിൻ്റെ കൂടെ നിൽക്കില്ല. കാരണം മനുഷ്യന്മാരുടെ സ്നേഹം പരസ്പരം അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ പേരും പറഞ്ഞ് തല്ലുപിടിക്കാനോ പിടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ മനുഷ്യന്മാർ തമ്മിൽ ഉണ്ടാക്കിയതാണ്. മതം ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. മതവും രാഷ്ട്രീയവും ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇവിടെ മനുഷ്യന്മാർ തമ്മിലുള്ള പഴയ മാവേലി ആ ഒരു കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ അയാളുടെ വീട്ടിൽ കൊണ്ട് അരി കൊടുക്കുക. ആ സിസ്റ്റം വരണമെന്നല്ല ഞാൻ പറയണത്. ശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ ശരിയാണ്, ചിലത് തെറ്റുണ്ട്. അപ്പോൾ ഞാൻ തെളിയിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചേക്കണത് മനുഷ്യന്മാരെ തമ്മിൽ സ്നേഹിക്കാനാണ്. അല്ലാതെ മതവും രാഷ്ട്രീയവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അങ്ങനെ വേർതിരിവായിട്ട് കാണാനായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നൊന്നും മനുഷ്യന്മാരെ തമ്മിലുള്ള സ്നേഹമുള്ളൂ. അത് ഇപ്പോൾ എൻ്റെ ജാതി കുറഞ്ഞവനായാലും കൂടിയവനായാലും ആരുടെ തോളത്തും ഞാൻ കൈയിടും, കെട്ടിപ്പിടിക്കും. ഇപ്പോൾ എൻ്റെ അങ്ങോട്ട് ജാതി കുറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ നിന്നായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ചേക്കണത് മതവും രാഷ്ട്രീയവും അതൊന്നും അല്ല. നമുക്ക് വേണ്ടത് മനുഷ്യന്മാരെ തമ്മിലുള്ള സ്നേഹമാണ്. എനിക്ക് ശാസ്ത്രം തന്നെ ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം മതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ശാസ്ത്രീയമായിട്ട് വരുന്ന പല കാര്യങ്ങളും കുറച്ചും കൂടെ ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഒരു അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ളൊരു ബിലീവർ അല്ല. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ. പക്ഷെ ആ ഒരു സംഭവം ഇതുവരെ സയന്റിഫിക്കലി പ്രൂവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതൊരു മൈൻഡ് പവറും ആയിരിക്കും കേട്ടോ. അതായത് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഉണ്ടെന്നുള്ളത് എൻ്റെ ഒരു ബിലീവാണ്. പക്ഷെ ചിലപ്പോൾ എൻ്റെ മൈൻഡും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് ഓക്കെ ആകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് സംഭവിക്കുന്നത്. ശാസ്ത്രം എന്താണ് അങ്ങനെ പറയാൻ കാരണം? മതം നമ്മൾ ഉണ്ടാക്കിയതല്ലേ, ശാസ്ത്രം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്? മതത്തിലല്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്റെ വിശ്വാസങ്ങളൊക്കെ വേറെ ആയിരിക്കാം. അതൊരു മതത്തിലല്ല, ഒരു ശക്തി ഉണ്ട്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പണ്ട് അപ്പൊ രാമേശ്വരത്തൊക്കെ കേട്ടിട്ടില്ലേ, നമ്മുടെ രാമന്റെ പാലവും കല്ലൊക്കെ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതൊക്കെയല്ലേ. അപ്പൊ അതില് ശാസ്ത്രം കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നതാണോ അതോ വിശ്വാസപ്രകാരം അത് രാമൻ ഇട്ട? ആക്ച്വലി രാമേശ്വരത്തെ പാലത്തിന്റെ കാര്യം എനിക്കറിയില്ല. പിന്നെ രാമൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കാം, അയാളൊരു യോഗിയായിരിക്കാം, അയാൾക്ക് അയാളുടേതായ കഴിവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ ഈ രാമനായാലും യേശു ആയാലും കൃഷ്ണനായാലും എല്ലാവരും അവരുടേതായ യോഗ്യത്വം അവർക്കുണ്ട്, അവരുടേതായ ഒരു സംഭവം അവർക്കുണ്ട്. അതിന്റെ പേരിൽ അവർ ചെയ്യുന്ന അവർക്ക് പറ്റുന്ന കഴിവുകളാണതെല്ലാം. അത് ഈശ്വരൻ എന്നുള്ളതിൽ ഒരു മുദ്ര കുത്തേണ്ട കാര്യമില്ല, അതിനൊക്കെ അപ്പുറത്താണ്. ഇപ്പോൾ യേശു ക്രിസ്തു ഉണ്ടായത്, ഇപ്പൊ യേശു ക്രിസ്തുവിനോടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു എന്ത് പറയും? ഞാൻ ദൈവമല്ല എന്നല്ലേ പറയാ. അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാര്യം നമുക്കറിയില്ല. അവരെല്ലാവരും നമ്മളെ പോലെ തന്നെ ജനിച്ചു വന്ന വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ കഴിവുകളും അവരുടെ നന്മകളും എല്ലാം ഉണ്ട് അവർക്ക്. അതിൽ വന്ന ശക്തികളും അല്ലെങ്കിൽ അവരെ ആർജിച്ചെടുത്ത ശക്തികളും ആയിരിക്കാം അവരെ ഇപ്പോഴത്തെ തലമുറ യേശു എന്ന് വിളിക്കുന്നതും ഈശ്വരൻ എന്ന് വിളിക്കുന്നതും. അവരൊരിക്കലും ദൈവമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അവരൊരിക്കലും
എന്താ പറയാ, നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ആൾക്കാരും അല്ല. എന്നാലും ഇപ്പൊ ഈ ശാസ്ത്രത്തിന് തന്നെ ചില കാര്യങ്ങള് വിശ്വസിക്കുക അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അല്ലേ, അത് പലതും മതങ്ങളാണ് എക്സ്പ്ലനേഷൻ തരാറ്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവാറുണ്ടോ? ചിലപ്പോ ചിലവര് പറയാല്ലേ ഇപ്പൊ ദൈവം ഉണ്ടോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കില്ലേ, അങ്ങനെ. അപ്പൊ ശാസ്ത്രത്തിന് അതിന് ഉത്തരം പറയാൻ പറ്റാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ഭൂമി എങ്ങനെ ഉണ്ടായേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഭൂമി എങ്ങനെ ഉണ്ടായെന്നൊന്നും അതിപ്പോ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ മനുഷ്യൻ എങ്ങനെ ഉണ്ടായേ, ഭൂമിയല്ല മനുഷ്യൻ എങ്ങനെ ഉണ്ടായേ, ഇതൊന്നും ആരും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ശാസ്ത്രമല്ല, ദൈവമല്ല ഇതൊന്നും ഉണ്ടാക്കിയത്, ഇതിനൊന്നും ഉത്തരമില്ല, എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല ഇതിൽ കുറെ കാര്യങ്ങളും ഉത്തരങ്ങളും വേറെയും അവിടെ എവിടെയും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ല, അതൊക്കെ എവിടെ ആയിക്കോട്ടെ, ദൈവം എന്നല്ല, നമ്മൾ ചെയ്യുന്നത് നമ്മൾ വൃത്തിയായി ചെയ്യാൻ, നല്ലത് ചെയ്യുക, നമുക്ക് അവിടെ നല്ലത് തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. ശാസ്ത്രമാണ്. അപ്പൊ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ലേ നിങ്ങൾ? മതം ഒന്നല്ലേ ഉള്ളൂ, ചുമ്മാ മതം എന്ന് പറയുന്നതല്ലേ ഉള്ളൂ പലപ്പോഴും. എന്നാലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തില് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ, ശരിയാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ദൈവം എന്നുള്ളതും മതത്തിൽ പറയുന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്? ദൈവത്തില്ല, അത് ചോദിച്ചാൽ അതൊരു ശരിയായ ഉത്തരം എനിക്കറിയത്തില്ല. ദൈവം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് വിശ്വാസം, അതിനൊന്നും വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ശാസ്ത്രമാണ് ശരി എന്നാ തോന്നുന്നത്? ശാസ്ത്രമാണ് ശരി. അത് പിന്നെ മതമാണ് ശാസ്ത്രമാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൺഫ്യൂസ്ഡ് അല്ല. മതം പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രം ശരിവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മതം തെറ്റെന്ന് പറയാൻ പറ്റില്ല, ശാസ്ത്രത്തിന് എതിരെന്ന് പറയാൻ പറ്റില്ല. മതം പറയുന്ന കാര്യങ്ങൾ അത് ശാസ്ത്രത്തിന് പിന്നെ എന്താ പറയുക വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മതം ശരിയാണ്, ശാസ്ത്രം തെറ്റാണെന്നല്ല അതിനർത്ഥം. അത് തന്നെയാണ്, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് തെറ്റുന്നല്ലോ, അത് പ്രൂവ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അതങ്ങനെയാണ്. മതം ഒരിക്കലും മനുഷ്യനെ വേർതിരിക്കുന്നില്ലല്ലോ. മതം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് മനുഷ്യന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളെന്താ പറയാ, എന്താണ് ഇജു പറഞ്ഞു, മതം നന്മകൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ മറ്റ് മതസ്ഥരെ പിന്നെ അത് ഉപദ്രവിക്കാനോ മറ്റ് ആൾക്കാരെ ഉപദ്രവിക്കാനോ ഒന്നും പറയുന്നില്ല. മതം ഇല്ലാത്തവരെ വെച്ചാൽ ഇപ്പോൾ പിന്നെ നിരീശ്വരവാദികളൊക്കെ എന്താ പറയുക, മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടും പിന്നെ കുറ്റം പറഞ്ഞു അങ്ങനെയൊക്കെ നടക്കൽ മാത്രം അവരെ പണി. അപ്പോൾ മതം പറയുന്നത് മതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മതം തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല. മതത്തിലൂടെ നീങ്ങുന്നവർക്ക് എപ്പോഴും എന്താ പറയുക ശരിയായ നേരായ മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ഒരു ചോദ്യമായിപ്പോയി കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംശയമാണ്. ചിലർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയും ദൈവമാണെന്ന് പറയും. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ പറയും ശാസ്ത്രം തന്നെയാണ് വലുതെന്ന് പറയും. ഇപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ആശുപത്രി ചെല്ലുമ്പോഴത്തേക്കിനും ലാസ്റ്റ് അവസാനം ഡോക്ടർമാർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തിനെ പ്രാർത്ഥിച്ചോളാൻ പറയുന്നത്. അപ്പോൾ ഏതാ ശരിയെന്ന് ആർക്കും കൺഫ്യൂഷനാണ്. മനസ്സിലായി? ഞാൻ ശരിക്കും പറഞ്ഞാലേ മതത്തിനും ശാസ്ത്രത്തിനും അതീതമായിട്ട് നിൽക്കുന്ന പ്രകൃതി തന്നെ. മനസ്സിലായോ? അതായത് എന്താ പറയുക, മതം ആർക്കും എന്താ പറയുക തിരഞ്ഞെടുക്കാവുന്നൊരു കാര്യമാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്ന്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവമുണ്ട്. നമ്മളെ തിരഞ്ഞെടുക്കുന്ന രീതി പോലാണല്ലോ ഈ സംഭവം. പിന്നെ ശാസ്ത്രവും ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ. മനസ്സിലായോ? ഇതിങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്ന മണ്ടത്തരമാണെന്ന് ആൾക്കാരും പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൽ ഉപരി പ്രകൃതിയാണ്. കാരണം പ്രകൃതി ഇപ്പോൾ ഒരു 10 ദിവസം നിർത്താതെ മഴ പെയ്താൽ തീർന്നു, പരിപാടി കഴിഞ്ഞു. അല്ല ഇതെന്നാ ഒന്ന് തിരിഞ്ഞിരുന്നേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പരിപാടി തീർന്നു. മനസ്സിലായോ? അപ്പം രണ്ടിനും എന്താ പറയുക ഒരു അവസാനമില്ല, ഒരു അവസാനം ആർക്കും ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. എങ്ങനെ സയൻസ് പ്രൂവ് ചെയ്താൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ, കണ്ണി കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് വേറെ രീതി മറുപടി പറയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചിലരെ നമ്മൾ ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ അയാൾ അത് തിരിച്ച് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.
ഇത് വാക്ക് തർക്കമായി മാറത്തേ ഉള്ളൂ, മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അവസാനം ഇല്ലാത്ത ചോദ്യം തന്നെയാണ്. നമുക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ ഭൂമിയെല്ലാം നശിച്ചു പോയാലും ഏറ്റവും കൂടുതൽ വർഷം അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആയുസ്സായിട്ട് നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് സമുദ്രമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള സംഭവമാണ് സമുദ്രം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും മരമാണെങ്കിൽ ഉണങ്ങിപ്പോവും, ഈ ബിൽഡിംഗ് ആണെങ്കിൽ ഇടിഞ്ഞു പൊറിഞ്ഞു പോകും, പക്ഷേ സമുദ്രം അവിടെ തന്നെ നിലനിൽക്കും. ശരിയല്ലേ? അതാ പറഞ്ഞ ഒരു അവസാനം. കൺഫ്യൂഷനാ, ദൈവം ആണോ ശാസ്ത്രമാണോ, അതൊരു ഭയങ്കര ഒരു ചോദ്യമാണ്. മറുപടി ഇല്ല അതിന്, മനസ്സിലായോ? ഓരോരുത്തരുടെ രീതി പോലെ ഇരിക്കും. അല്ല, മതത്തിലെ ശാസ്ത്രീയതയാണ് ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എന്നാലും നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങൾ മതത്തിൽ പറയുന്നത് ശാസ്ത്രമായിട്ട് തെളിയിച്ചിട്ടില്ല, സയന്റിഫിക്കലി പ്രൂവൺ അല്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കാന്നൊക്കെ പറയാറില്ല. അപ്പൊ അതിനോട് എതിർപ്പുണ്ട്. അത് മെറ്റാഫിസിക്സ് അതിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതൊരു ഫീലിങ്സ് ആണ്, ഒരു ഇമോഷനാണ്, അത് വ്യക്തിഗതമാണ്. ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 16 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, ഹാർട്ട് ബീറ്റിനൊരിതുണ്ട്, ബ്ലഡ് 4000 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അത് നോക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം എന്തോ ഒരു മാത്തമാറ്റിക്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാരാണ് ഇത്ര ഇതായിട്ട് ചെയ്തേക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ മറ്റേ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന അത് അങ്ങനെ ചെയ്തതല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുപരി ഇതിനെ ബിയോണ്ടായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, പല സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറയാറുണ്ട്, ഇത് ഒരു ഗോളത്തിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറയും പോലെ ഉള്ളൂ ഈ ദൈവവും മതമൊക്കെ. ഞാൻ പറയുന്നത് ശാസ്ത്രമാണ് ശരി. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫോൺ പോലും അത് മതം തന്നല്ലോ. സയന്റിഫിക്കലി പ്രൂവിലും മതം തെളിയിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കണേ, ഇതൊക്കെ ഇവർ എഴുതപ്പെട്ടെന്ന് ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരോ എഴുതി വെച്ചതല്ലേ? ഞാൻ ഏലിയൻ ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്. ഏലിയൻ, അതായത് നമ്മൾ കാണുന്ന ഈ ദൈവം എന്ന് പറയുന്ന രൂപത്തെ ഏലിയനായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈജിപ്ഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ചാൽ കൃത്യമായിട്ട് ഇവിടുത്തെ ദൈവം എന്ന സങ്കല്പത്തെക്കുറിച്ച് കൃത്യമായിട്ട് കിട്ടും. ഈജിപ്ഷ്യൻ ബേസിൽ അവർ തന്നെ കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ മോച്ചായും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ 10-14 കൈകളുള്ള ആളുകൾ, അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇതിനൊന്നും ഇവിടുത്തെ തലമുറയ്ക്ക് സമയമില്ല. സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ തിരയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചൊരു മതം, അത് നമ്മൾ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലും ഫോളോ ചെയ്യണം, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ. ഇല്ല, ഞാൻ ജനിക്കുന്നത് എൻ്റെ ആവശ്യത്തിനാണ്, അല്ല മതത്തിന് വേണ്ടിയല്ലല്ലോ. എൻ്റെ ആവശ്യത്തിന് ഞാൻ ജനിക്കുന്നു, എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇവിടെ ജീവിക്കുന്നു. അത് മതത്തിന് യാതൊരു ബന്ധമില്ല. മതം പറയാറുണ്ട് എനിക്കിപ്പോൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ വരും? അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യാൻ മതത്തിനെ ഞാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ ചിന്തിക്കണമെന്ന് എല്ലാവരോടും പറയുന്നില്ല. ചിന്തിച്ചാൽ നല്ലതായിരിക്കും, ആ ചിന്ത നല്ലതായിരിക്കും. അപ്പോൾ ആരും അങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവില്ല, എല്ലാവരും ഈക്വലായിരിക്കും, അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടും. ഇവിടെ അതല്ല. ഇവിടെ മതത്തിൻ്റെ പേരിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണ് വരാണ്, ആ പെണ്ണ് ഒരു വലിയ മതം വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് വന്നത്. അപ്പോൾ ആ മതത്തിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ജീവിക്കേണ്ടവരാണ്. ഇവരുടെ സ്വാതന്ത്ര്യം അവിടെ പോവാണ്. ഇത് തീരെ തിരിച്ച് ആണിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മതം ഒരു പരിധി വരെ മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പക്ഷെ അത് ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമാണ്. മനുഷ്യൻ്റെ ശരിക്കുള്ള തലച്ചോറ് പ്രവർത്തിച്ചിട്ടില്ല. അത് പ്രവർത്തിച്ചാൽ മനുഷ്യൻ ചിലപ്പോൾ ഇവിടെ നിൽക്കില്ല. ഇനി വരാനിരിക്കുന്ന സിവിലൈസേഷനേക്കാളും കുറച്ചുകൂടി ആളുകൾ കൂടുതലായിരിക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ. പക്ഷെ അത് ചിന്തിപ്പിക്കില്ല. അതിനാണ് ഈ ഡ്രഗ്സും ഇത്തരത്തിലുള്ള വിന്നിപ്പും സിനിമ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ച് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു ടീം തന്നെയായിരിക്കും ഈ പറയുന്ന ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അതിനുള്ള കഴിവ് ഇന്ത്യക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. സിനിമയെ പോലും കാണിച്ചു കൊടുക്കുന്നില്ല കൃത്യമായിട്ടുള്ള മനുഷ്യൻ എന്താണെന്നുള്ളത്. എല്ലാം പ്രേമം അല്ലെങ്കിൽ ഡ്രഗ്സ് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള സിനിമ ഇവിടെ വന്നിട്ടില്ല, സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം സിനിമയുള്ള എല്ലാത്തിനും, ഇപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ട് പോലും പ്രശ്നമായിരിക്കണം അവിടെയുള്ളൂ. ഇവിടെ നടന്നിട്ടുള്ള ക്രൈമിനെ വെച്ച് അയാൾ ചൂണ്ടിക്കാണിച്ചു.
പക്ഷേ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചില്ല. ആ സിനിമ മോഹൻലാലിനെ വെച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നടന്നുള്ള വിഷയം മോഹൻലാലിനല്ല വയ്ക്കേണ്ടത്. ആ സിനിമ പിടിക്കേണ്ടത് അങ്ങനെ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കണേ അങ്ങനെ വേണ്ടി മാത്രം ഒരു സിനിമ പിടിക്കുക. അതിന് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കരുതായിരുന്നു. അതുകൊണ്ടാണ് ആ പടം പ്രശ്നമായത്. ഇപ്പോൾ ലാലേട്ടൻ്റെ കേണൽ പദവി വരെ പോകുകയാണെന്ന രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വിഷയം. ആർക്കും സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള മതവും രാഷ്ട്രീയമാണ്. അതാണ് ഇവിടുത്തെ ഉദാഹരണം ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു.